നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിനാണ് സംസ്ഥാനം. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ചൊവ്വാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം വ്യാഴാഴ്ച അവസാനിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തിന്റെ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. ടി.വി. പ്രസാദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഇനി ഒറ്റ ദിവസമേ ഉള്ളൂ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. ഇന്നലെ നമ്മളൊരു കൂട്ടത്തോടെയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ തിക്കും തിരക്കൊക്കെ കണ്ടു. എന്തായാലും ആവേശത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ മുഖ്യമന്ത്രി അടക്കം പ്രകടനമായി പ്രചാരണത്തിലേക്ക് കടക്കുന്നു. ഗുഡ് മോർണിംഗ് ശ്രുതി. കീർത്തന പറഞ്ഞതുപോലെ തിക്കും തിരക്കും തന്നെയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് പ്രചാരണത്തിന് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ദിവസം കൂടുതൽ ആളുകൾ പത്രിക നൽകാനുള്ള സാധ്യതയുണ്ട്. അത് നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. എല്ലാ മുന്നണികളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണ്. ഇപ്പോഴും ആ സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. വ്യാഴാഴ്ചയാണ് നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. വ്യാഴാഴ്ചയോടെ ആരൊക്കെയാണ് ചിത്രത്തിൽ ഉണ്ടാവുക എന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. ചൊവ്വാഴ്ചയോടെ ആരുടെയെങ്കിലും പത്രിക ഈ തിരക്കിനിടയിൽ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളും കൃത്യമായി അറിയുകയും ചെയ്യാം. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നിയമസഭയിൽ നടക്കാൻ പോകുന്നത്. LDFനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒരു തുടർഭരണം കിട്ടിയാൽ അത് വലിയ ചരിത്രമാകും എന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ആകെ ബാക്കിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന നിലയിൽ അത് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നടപ്പിലാക്കിയതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പ്രചരണ രംഗത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങും. മാത്രവുമല്ല, ഇടതുമുന്നണിയുടെ എല്ലാ സംവിധാനങ്ങളും തയ്യാറായി കഴിഞ്ഞു. UDFനെ സംബന്ധിച്ച് ഇത്തവണ ഭരണം കിട്ടിയില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷം കൈവിട്ടുപോയ ഭരണം അത് ഏത് വിധേനയും തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ എന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവരാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തായാലും അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പ് അത് ഇപ്പോൾ തന്നെ പ്രകടമായി തുടങ്ങി. ഓരോ പാർട്ടികളിൽ നിന്നും ഓരോ ആളുകൾ കൂടുമാറുന്നു, അവരെ എടുക്കുന്നു, അവരെ മത്സരിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള പൊല്ലാപ്പ്, പ്രശ്നങ്ങൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പ്. ഉറപ്പായും മൂന്ന് മുന്നണികളും അതിന്റെ മുന്നൊരുക്കത്തിലാണ്. നോമിനേഷന്റെ അവസാന തീയതി നാളെയാണ്. ശ്രുതി, അതാണ് 18 ദിവസം മാത്രമേ ഇനിയുള്ളൂ. വളരെ കുറഞ്ഞ സമയം മാത്രമേ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളൂ. പ്രചാരണ ചൂടിലേക്ക് എന്തായാലും മുന്നണികൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.